നേരെ പോകുന്നത് കൊല്ലത്തേക്കാണ്. രാജ്കുമാർ തയ്യാറാണ്. കൊല്ലം രാജ്കുമാർ, ഗുഡ് മോർണിംഗ്. വിനിഷ, ഗുഡ് മോർണിംഗ്. ഒരു സമര ഗുഡ് മോർണിംഗ്. യെസ്, സമരാഭിവാദ്യങ്ങൾ. ഏതായാലും പണിമുടക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പണിമുടക്കിൻ്റെ ആദ്യ മണിക്കൂറുകൾ മുന്നേറുമ്പോൾ വിവിധ വിഷയങ്ങൾ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് വർഗ ബഹുജന സംഘടനകൾ ഈ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. വിവിധ വിഷയങ്ങളിൽ പല വിഷയങ്ങൾ ഉൾപ്പെടും. പലതും വളരെ പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. ഇന്ത്യ US കരാറിനെ കുറിച്ച് ഇപ്പോഴും പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കൃത്യമായൊരു വ്യക്തത വരുത്താൻ ഇപ്പോഴും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ല. അത് ഏത് രീതിയിലാണ് നമ്മുടെ കർഷകരെ ബാധിക്കുന്നത് എന്ന് ചോദിച്ചാൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഏൽക്കാൻ പോകുന്നത് മലയാളികളടക്കമുള്ള കർഷകർക്ക് തന്നെയാണ്. അപ്പോൾ അതിനെതിരെ കൂടിയാണ് ഇന്നത്തെ ഒരു പ്രതിഷേധം എന്ന് പറയുന്നത്. ഏത് രീതിയിലാണ് കൊല്ലം ജില്ലയുടെ ഒരു പ്രതികരണം? അതായത് തൊഴിലാളികളെ തുടച്ചു നീക്കുക, അല്ലെങ്കിൽ തൊഴിലാളികളെ അടിച്ചമർത്തുക, മുതലാളിത്ത ഭരണം ഗംഭീരമായി കൊണ്ടുപോവുക, ഇതാണ് മോദി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഗൂഢലക്ഷ്യം. അവർ അതിൽ ചെയ്യുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അവരിൽ തന്നെ അധികാരം നിലനിർത്തണം. രണ്ട്, അതിനാവശ്യമായ പണം കണ്ടെത്തണം. അതിന് കോർപ്പറേറ്റിനെ സഹായിക്കുക എന്നുള്ളതിലുപരി അവർക്ക് ഒരു സനാതനധർമ്മവുമില്ല, ഒന്നുമില്ല. സംസാരിക്കുമ്പോൾ സനാതനധർമ്മമൊക്കെ സംസാരിക്കും. ഇപ്പോൾ നമ്മുടെ കൊല്ലത്ത്, ഇപ്പോൾ ലേഖ പറഞ്ഞതുപോലെ, കൊല്ലത്തെ KSRTC തൊഴിലാളികൾ മുഴുവനും പണിമുടക്കി ഇവിടെ നിൽക്കുന്നു. ഒരു യാത്രക്കാരൻ പോലും ഇവിടെ കാണാനില്ല. യാത്രക്കാരും വന്നിട്ടുമില്ല. കഴിഞ്ഞ ഏതാണ്ട് മാസങ്ങളായി തന്നെ ഈ പണിമുടക്ക് സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ യാത്രക്കാർക്കൊന്നും ഒരു ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവശ്യ സർവീസുകളെല്ലാം ഈ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കുകയും സർക്കാർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു സമരം, നിങ്ങൾ നിരവധി സമരങ്ങൾ ഇങ്ങനെ തുടർച്ചയായിട്ടൊരു പോരാട്ടം പോലെ കൊണ്ടുപോവുകയാണ്. നിങ്ങൾ വിജയിക്കുമോ? തീർച്ചയായും. ഇത് ആരാണോ ഇതിന് കാരണക്കാരായിട്ടുള്ളത് അവർക്ക് കണ്ണുറക്കാനുള്ള സമയമാണ്. കാരണം ഈ സമരം തൊഴിലാളികൾ ഏറ്റെടുത്തു. ഈ സാധാരണ സമരങ്ങൾ നടക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ആളുകൾ യാത്രയ്ക്കായി സ്റ്റാൻഡിലെത്താറുണ്ട്. ഒരു യാത്രക്കാരൻ പോലും, നേരത്തെ നിങ്ങൾ പറഞ്ഞിരുന്നു, ഒരു യാത്രക്കാരും ഞങ്ങളോട് സഹകരിക്കണം, അതുകൊണ്ട് ഒരാളും യാത്ര ചെയ്യാനായി വരില്ലെന്ന് നേരത്തെ തന്നെ പറയുന്നു. അത് അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടാണ് യാത്രക്കാർ ഈ സമരവുമായി സഹകരിക്കുന്നത്. നിങ്ങൾ പറയുമ്പോൾ ഹിന്ദുക്കളെ ഇവിടെ ചുട്ടുകൊല്ലുന്നു, ജീവിക്കാൻ അനുവദിക്കുന്നില്ല വാക്കാണ് അവരിത് പറഞ്ഞ് നേരിടുന്നത്. ഈ രാജ്യത്ത് നടക്കുന്ന ഏറ്റവും വലിയ ഹീനമായ മാർഗം അതാണ്. വർഗീയത പറയാതെയും വർഗീയത ചെയ്യാതെയും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. വർഗീയതയുടെ വക്താക്കളാണ്. അത് പറഞ്ഞ് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം മാറിക്കൊണ്ടേയിരിക്കും. ആ പ്രശ്നങ്ങൾ മാറ്റുന്നതിന് വേണ്ടി എടുക്കുന്ന അടവ് നയം കൂടിയാണ്. പൊതുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി വർഗീയതയാണ് കരുവാക്കുന്നത്. അല്ലാതെ തൊഴിലാളികളുടെ വിഷയം പരിഹരിക്കുന്നതിനോ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ സാമാന്യ ജനങ്ങളുടെ വിഷയങ്ങൾ പരിഹരിക്കുന്നതിനോ മോഡി സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ചെയ്യാതെ തന്നെ ഇത്തരത്തിലുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്ന സമീപനങ്ങളുമായാണ് മുന്നോട്ട്. നമ്മുടെ PF-ൻ്റെ ഒക്കെ വിഹിതം PF-ൻ്റെ പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ ഉണ്ടോ എന്ന് പരിശോധിക്കണം. എല്ലാം പരിശോധിക്കേണ്ടതാണ്. എല്ലാം പരിശോധിക്കേണ്ടതാണ്. അക്കൗണ്ടിൽ തുക നൽകുമെന്ന് പറഞ്ഞാണ് അധികാരത്തിൽ ആദ്യം വന്നത്. ഏതെങ്കിലും തുക ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഒരു ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്നത് പോലും നടപ്പിലാക്കാത്ത ഒരു ഗവൺമെൻറ്റാണ്. ബഡ്ജറ്റുകളെ നോക്കുകുത്തിയാക്കി, ഇപ്പോൾ പാർലമെൻറ്റിനെ തന്നെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഒറ്റയ്ക്ക് സ്പീക്കർ പ്രവർത്തിക്കുകയാണ്. പ്രതിപക്ഷ നേതാവിന് പോലും സംസാരിക്കാൻ അവസരമില്ല. അതാണ് രാജ്യത്ത് നടക്കുന്നത്. വിനിഷ കേട്ടല്ലോ. അപ്പോൾ ഇതാണ് രാജ്യത്തെ സ്ഥിതി. അതായത് ഇനി നമ്മുടെ ഈ അമേരിക്കയുടെ വ്യാപാര കരാർ ഏറ്റവും ഒടുവിൽ ഇന്ത്യ ഒപ്പിട്ട നരേന്ദ്രമോദിയെ മുൾമുനയിൽ നിർത്തി ചൂണ്ടുവിരൽ നിർത്തിക്കൊണ്ട് ട്രംപ് ഒപ്പിടിപ്പിച്ച ഒരു കരാറുണ്ട്. ആ കരാറിൻ്റെ വ്യവസ്ഥകളുണ്ട്, വളരെ ഭീകരമാണത്. അതായത് 30 കോടി ക്ഷീരകർഷകരാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ആ 30 കോടി ക്ഷീരകർഷകരിൽ അവർ 230 മില്യൺ ടൺ പാൽ പ്രതിവർഷം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് രാജ്യത്ത്. അപ്പോൾ അതിൽ 1 കോടി ആളുകൾക്ക് ജോലി കിട്ടും. പക്ഷേ 29 കോടി കർഷകർ വഴിയാധാരമാക്കാൻ പോവുകയാണ്. 13 ലക്ഷം കോടി രൂപയുടെ വ്യാപാരം നടക്കുന്നു. ഗുണം ഇന്ത്യക്ക്. നമ്മുടെ ക്ഷീര കർഷകരാണ് ഇതെല്ലാം ചെയ്യുന്നതും. ഇതിനകത്തുള്ളൊരു സുപ്രധാനമായ ഒരു കാര്യം, ഒരു വർഷം $640 ബില്യൺ, അതായത് 58 ലക്ഷം കോടിയുടെ വിറ്റുവരവ് ഇന്ത്യയുടെ രാജ്യത്തിൻ്റെ GDP-യുടെ 17.8% റോൾ അല്ലെങ്കിൽ അതിനുള്ള വിഹിതം എന്ന് പറയുന്നത് നമ്മുടെ ക്ഷീര കർഷകരാണെന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇത്രയേറെ വലിയ ഒരു മേഖല ഇപ്പോൾ ഈ അമേരിക്കൻ കരാറിലൂടെ അവരുടെ പാലുൽപ്പന്നങ്ങളും അമേരിക്കയിലെ ഉൽപ്പന്നങ്ങളും മുഴുവനും പാലുൽപ്പന്നങ്ങളും വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് മുഴുവനും ഇന്ത്യയിലേക്ക് എത്തിക്കുന്നതിനുള്ള കരാറിലാണ് ഇപ്പോൾ അവർ ഒപ്പുവെച്ചിരിക്കുന്നത്. രതീഷേ, ഇവിടെ എന്തോ പാല
ബിനീഷേ, ദാ ഈ മിൽമ പാലും നമ്മുടെ നാട്ടിലെ രാജ്യത്തെ ഏറ്റവും വലിയ പിന്നെ ക്ഷീരവിപ്ലവത്തിൻ്റെ കൂടി ഇതായിട്ടുള്ള അമുല്, അതേപോലെ തന്നെ കർണാടകയിലെ നന്ദിനി, തമിഴ്നാട്ടിലെ അവിൻ, ഇതെല്ലാം ഇനി അപ്രത്യക്ഷമാവാൻ പോവുകയാണ്. അതായത് ഈ സഹകരണ മേഖലയിലാണ് ഏറ്റവും വലിയ ഈ ക്ഷീര കർഷകരെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ ഒരു നിലനിൽപ്പ്. ആ ക്ഷീര കർഷകർ മുഴുവനും ഇനി ഇത് ഇല്ലാതാവും. അതിൻ്റെ കാരണം ഞാനിപ്പോൾ ഈ പറഞ്ഞല്ലോ, ഇത്രയേറെ 30 കോടി വരുന്ന ക്ഷീര കർഷകർ രാജ്യത്തുണ്ട് എന്ന് പറയുമ്പോൾ അത് ചെറിയ ഒരു സംഖ്യയല്ല. അവരെ മുഴുവനും ആശങ്കയിലാഴ്ത്തിയിരിക്കുന്ന ഒരു കരാർ കൂടിയാണിത്. അതായത് അമേരിക്കയുടെ വ്യവസായ സെക്രട്ടറി തന്നെ ട്വീറ്റ് ചെയ്തിരിക്കുന്നത്, അവരുടെ നാട്ടിൽ ഈ ട്രേഡിങ്ങിൽ വലിയൊരു വ്യത്യാസം വന്നിരിക്കുന്നു. കയറ്റുമതിയിലും ഇറക്കുമതിയിലും ഞങ്ങളുടെ രാജ്യത്ത് ഇറക്കുമതി കൂടുന്നു, പക്ഷേ കയറ്റുമതി തീരെയില്ല. ഞങ്ങൾക്ക് ഇതിനെ നശിക്കാൻ കഴിയില്ല. മറ്റുള്ളവരെ എന്തോ ആയിക്കോട്ടെ. അതായത് പണി കൊടുത്തത് ചൈനയും കാനഡയും ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങൾ, അത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ തന്നെ അമേരിക്കയ്ക്ക് ഈ അടുത്തിടെയായിട്ട് നിരവധി പണികൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അമേരിക്കയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ, അവരുടെ ഈ കർഷകരുടെ ഉൽപ്പന്നങ്ങൾ, കർഷകരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ പാവപ്പെട്ട കർഷകരല്ല, കോർപ്പറേറ്റുകളാണ്. വെറും 2% വരുന്ന അമേരിക്കയിലെ ഈ കൃഷി കൈകാര്യം ചെയ്യുന്നത് വൻകിട കോർപ്പറേറ്റുകളാണ്. ആ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇത് തുറന്നു കൊടുത്തിരിക്കുന്നത്. ഈ 2% വേണ്ടി നമ്മുടെ 30 കോടി നമ്മുടെ കർഷകരെ വഴിയാധാരമാക്കാൻ പോകുന്നു എന്ന് പറയുന്നിടത്താണ് ഈ ഒരു കരാറിൻ്റെ പ്രശ്നം. ഇപ്പോൾ റിലയൻസ് പോലെയുള്ള വൻകിട കമ്പനികൾ നമ്മുടെ നാട്ടിൽ ഈ ക്ഷീര ഉൽപ്പാദന മേഖലയിൽ കമ്പനികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അത് അവരും അമേരിക്കയും തമ്മിൽ ചിലപ്പോൾ ഏറ്റുമുട്ടാം, അല്ലെങ്കിൽ അമേരിക്ക റിലയൻസ് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി അവരുടെ ഷോറൂമിൽ വിൽക്കാം. അത് അവർ തമ്മിലുള്ള പ്രശ്നം. പക്ഷേ ഈ പറയുന്ന ഈ 30 കോടി കർഷകർ എന്ത് ചെയ്യണമെന്നുള്ള ഒരു വലിയ ഒരു പ്രശ്നം, ഒരാശങ്കയാണ് ഇപ്പോൾ ഇതിലൂടെ നിൽക്കുന്നത്. ഹർത്താലുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ദേശീയ ഈ ഒരു പണിമുടക്ക് പുരോഗമിക്കുമ്പോൾ എല്ലാവരുടെയും ആശങ്ക ഇതൊക്കെയാണ്. ഇതുപോലെ വിവിധ വ്യാപാര കരാറുകളാണ് ഇപ്പോൾ ഇതിലൂടെ ഈ വിദേശ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നരേന്ദ്രമോദിയുടെ അവരുടെ ഗവൺമെൻറ് തുറന്നിട്ട് കൊടുത്തിരിക്കുന്നത്. ബിനീഷ. യെസ്, ആ രീതിയിലാണ് കൊല്ലത്തിൻ്റെ പ്രതികരണം. ഏതായാലും മോദി സർക്കാരിൻ്റെ കേന്ദ്ര വിരുദ്ധ നിലപാടുകൾക്കെതിരെ, തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെയുള്ള പ്രതിഷേധമാകുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാകുകയാണ് ദേശീയ പണിമുടക്കിനോടുള്ള ജനങ്ങളുടെ, തൊഴിലാളികളുടെ ഈ ഐക്യദാർഢ്യപ്പെടൽ.